അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിഉൽ ഫുതൂഹ് വിഷണറി ടോക്കിൻ്റെ മൂന്നാമത്തെ അതിഥിയായി ഇന്നിവിടെ വന്നിട്ടുള്ളത് മർക്കസിൻ്റെ നോർത്ത് ഇന്ത്യൻ മിഷനിൽ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ കൊൽക്കത്ത ആസ്ഥാനമായി 1.5 പതിറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ കീഴിൽ ഇപ്പോൾ മാൽദ ദക്കിൻ ദിനാജ്പൂർ ഡിസ്ട്രിക്റ്റിൽ 10 വർഷമായി നടന്നുവരുന്ന ത്വയ്ബ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും നോർത്ത് ഈസ്റ്റേൺ മർക്കസ് മിഷൻ്റെ മൊത്തം ഇൻചാർജുമായ സുഹൈറുദ്ദീൻ നൂറാനിയാണ്. സുഹൈറുദ്ദീൻ നൂറാനിയെ വിഷണറി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 10 വർഷത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയാക്കി വാർഷികം കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട് കാലമായുള്ള നോർത്ത് ഈസ്റ്റേൺ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലാണ്. അപ്പോൾ ഈ 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ എന്ത് ഒരു ചേഞ്ചാണ് ആ പ്രദേശങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? അവിടെ ചെന്നപ്പോഴുണ്ടായിരുന്നൊരവസ്ഥയും ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു അവസ്ഥയും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നൊരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. ബംഗാളിൽ 15 വർഷം മുമ്പ് പോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഭാഷയോ അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം പഠിക്കുന്ന കാലത്ത് ഉണ്ടായ അവിടുത്തെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ എക്സ്പീരിയൻസുകൾ, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലപ്പുറത്തേക്ക് ബംഗാളിനെ കുറിച്ചോ ബീഹാറിനെ കുറിച്ചോ ഒരു ചിത്രവുമില്ല. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ തന്നെ പല യാത്രകളിൽ ഉസ്താദ് വന്ന് നമ്മളോട് ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്ന അനുഭവങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും മാത്രമേ ഉത്തരേന്ത്യയെക്കുറിച്ചുള്ള അവസ്ഥകളായിട്ട് നമുക്ക് അറിയുള്ളൂ. പക്ഷേ ബംഗാളിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ കേട്ടതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതിൽ നിന്നോ വായിച്ചതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ബംഗാളിലും പ്രത്യേകിച്ച് ബംഗാളിൻ്റെ റൂറൽ ഏരിയാസിലൊക്കെ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യമായി. ഏറ്റവും പ്രധാനമായി വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ ദൂരെ സഞ്ചരിക്കുന്ന ഒരു സമൂഹം. അതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ അത് ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളായിരിക്കാം. പല വിഷയങ്ങളെ കൊണ്ടും വളരെ പിന്നിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അവരുടെ ഇടയിലേക്ക് നമ്മുടെ മിഷനുമായി ചെല്ലുകയും അതിലൂടെ അൽഹംദുലില്ലാ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിഷയത്തിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയപ്പോൾ വലിയ മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനമായി ബേസിക്കായി സമൂഹം വളർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കാനും അവർക്ക് അതിലൊരു വിഷയം നൽകാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം മദീനത്തുന്നൂറിലെ പഠനകാലം, അവിടെ നിന്ന് കിട്ടിയ പരിശീലനങ്ങൾ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു യാത്രയ്ക്കും മറ്റും പ്രചോദനമായി എന്നതിന് പുറമെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന 2 വർഷക്കാലവും ഡൽഹിയിലെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവും ആ ഒരു ബംഗാളിലേക്കുള്ള യാത്രയ്ക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏറെ ഉപകാരപ്രദമായി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി ചെയ്തിരിക്കുന്ന ഈ പ്രാഥമിക പഠനം അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിൽ 70 വർഷമായിട്ട് സമസ്തയുടെ കീഴിൽ നടന്നു വരുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ, അതാണല്ലോ കേരളത്തിൻ്റെ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തെ നിലനിർത്തി പോകുന്നത്. സ്വഹാബത്ത് മുതൽ അയിമ്മത്ത് ഉലമാക്കൾ പഠിപ്പിച്ചു വന്നിട്ടുള്ള ഒരു രീതിയെ അത് ഈ നാട്ടിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് നിലനിർത്തി പോരുന്നതിന് കേരളത്തിൽ ചെയ്യുന്നതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനമാണ് കാരണമായിട്ടുള്ളത്. അതിനെ വിവിധ ഭാഷകളിലേക്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെല്ലാം ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ബംഗ്ല ഭാഷയിലേക്ക് ആ പുസ്തകങ്ങൾ പരിവർത്തനം ചെയ്യുകയും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്തു.
ഇതിൽ ഈ ത്വയ്ബ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂഷന് അതിന് വലിയ റോളും ഉണ്ടോ? ത്വയ്ബ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിദ്യാർത്ഥികളാണ് ഈ പുസ്തകം, ഈ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, ഏറ്റവും ആദ്യത്തെ ബാച്ചിലുള്ള വിദ്യാർത്ഥികളാണ് ആ പുസ്തകം ബംഗ്ലാ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്, നമ്മൾ 2013 തുടങ്ങുന്ന സ്ഥാപന ത്വയ്ബ ഗാർഡൻ്റെ ചുറ്റുഭാഗത്തുള്ള ഗ്രാമങ്ങളിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികൾ അവിടെയുള്ള മദ്രസകൾ നമ്മൾ ഈ ഉറുദു പുസ്തകം വെച്ച് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ആ നാട്ടുകാർക്ക് നമുക്ക് നമ്മളെന്ത് മെസ്സേജാണോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അതിനെ ഒരു ക്രോഡീകരണ രൂപത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരുപാട് മദ്രസകൾ, സോൺ സിസ്റ്റം, ഇപ്പോൾ 23 സോണുകളിലായിട്ട് ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി അവിടുത്തെ പഠിച്ച ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ തന്നെ, ഇപ്പോൾ മദീനത്തുന്നൂറിലെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ് സുഹൈറുദ്ദീൻ നൂറാനി. അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ഗുജറാത്തിലും മധ്യപ്രദേശിലും ഡൽഹിയിലും കശ്മീരിലും ഒക്കെ പ്രവർത്തിക്കുന്ന നൂറാനികൾ. നൂറാനി സമൂഹത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ്. അപ്പോൾ ബംഗാളിലെ സ്ഥാപനത്തിൽ ആദ്യ ബാച്ചിൽ പഠിച്ച കുട്ടികൾ തന്നെയാണ് അവിടുത്തെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബംഗ്ല ഭാഷയിൽ പരിവർത്തിപ്പിച്ചുകൊണ്ട് അത് പഠിപ്പിച്ചു. പിന്നീട് അതിനുവേണ്ടി അവർ തന്നെ ഒരു പുസ്തകം രചിക്കാൻ മാത്രമുള്ള, ട്രാൻസ്ലേഷനാണെങ്കിൽ പോലും ഒരു ഭാഷാപരമായ ഒരു പുസ്തകം രചിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കഴിവല്ല. അങ്ങനെയുള്ളൊരു കഴിവിലേക്ക് വിദ്യാർത്ഥികൾ എത്തി എന്ന് പറയുന്നത് കേവലം ചാരിറ്റി പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നത് അല്ല, ക്വാളിറ്റി വിദ്യാഭ്യാസം തന്നെ നൽകാൻ കഴിഞ്ഞു എന്നതിൻ്റെ വലിയ സൂചനകളാണ് അതിലൂടെ ലഭിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഏതെല്ലാം സ്റ്റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, ഈ 4 സ്റ്റേറ്റുകളിലാണ് നമ്മുടെ സ്ഥാപനങ്ങളായി, ക്യാമ്പസുകളായിട്ട് നിലവിലുള്ളത്. ആസാം, ത്രിപുര, മണിപ്പൂർ തുടങ്ങിയ സ്റ്റേറ്റുകൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ പോലെയുള്ള സംവിധാനങ്ങളും അതുപോലെ ചാരിറ്റി ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മർക്കസ് മിഷൻ്റെ വ്യാപനമാണിത്. മർക്കസിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ മദീനത്തുന്നൂർ തയ്യാർ ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഇതുമായി ഉത്തരേന്ത്യയിൽ വ്യാപിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഗുജറാത്തിലും ഡൽഹിയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതെ. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ ഓർഗനൈസേഷൻ ത്വയ്ബ ഗാർഡൻ എന്ന പേരിൽ, അതുപോലെ സിറ്റികളിൽ ത്വയ്ബ ഹെറിറ്റേജ് എന്ന പേരിലും പ്രവർത്തിക്കുമ്പോൾ അതൊരു സ്വന്തം എൻറ്റിറ്റിയാണ്. ഇപ്പം മർക്കസ് ഇന്ത്യയിലുടനീളവും ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രത്യേകമായ സൊസൈറ്റികളും ട്രസ്റ്റുകളും രൂപീകരിച്ച് അതിനുവേണ്ടി പുതിയ ലീഡർഷിപ്പിനെ തയ്യാർ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് അതിന് വ്യവസ്ഥാപിതമായ രീതിയിലുള്ള അക്കൗണ്ട് സിസ്റ്റവും മാനേജ്മെൻറ്റ് സിസ്റ്റവും കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തേക്കും വേണ്ടിയുള്ള പ്രത്യേകമായ ഫണ്ട് റൈസിങ്ങുകളും അതിൽ നടക്കുന്നുണ്ട്. കാരണം മർക്കസിൻ്റെ ഒരു ഓവറോൾ ഹെഡും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളും മർക്കസ് ചെയ്യുകയും ചില പ്രത്യേകമായ ചാരിറ്റി പ്രോഗ്രാമുകൾക്ക് മർക്കസ് സഹായിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ തനത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും വളർത്തുന്നതിനും അതിൻ്റെ ദൈനംദിന പുരോഗതിക്കും വേണ്ടിയുള്ള ഫണ്ട് റൈസിങ്ങും അതാത് ക്യാമ്പസുകൾ തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ആ ഫണ്ട് റൈസിങ്ങിൻ്റെ വിഷയത്തിൽ ഈ എത്രമാത്രം ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്? ഇനിയും വലിയ വളർച്ചയും അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? വലിയ വളർച്ചയുടെ ആവശ്യമുണ്ട്. കാരണം പിന്നെ ഈ പോപ്പുലേഷൻ്റെ നിരക്ക് തന്നെ നോക്കിയാൽ നമ്മൾ കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകൾ പിന്നെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ, ഒരു 3-4 മടങ്ങ് കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ബംഗാൾ, ബീഹാർ തുടങ്ങിയൊക്കെ, ബംഗാളിൽ മാത്രം 3 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ബീഹാറിൽ 2 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുണ്ട്. ആസാമിൽ 1,40,00,000 വരുന്ന മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ 2 സ്ഥാപനമോ ഒന്നും പോരാ. അതിനേക്കാളും കൂടുതൽ പ്രവർത്തകരും പ്രവർത്തിക്കാൻ ആളും അതുപോലെ അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു ഭീമമായ സംഖ്യയിലേക്ക് അത് വളരേണ്ടതുണ്ട്. ഒരു പ്രസ്ഥാനം വളരണമെങ്കിൽ അതിന് ഫോളോവേഴ്സിനെ, അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ
ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക എന്നൊരു രീതിയാണ്. അപ്പോൾ മർക്കസ് ഫസ്റ്റ് ലീഡർഷിപ്പ്, സെക്കൻഡ് ലീഡർഷിപ്പ്, തേർഡ് ലീഡർഷിപ്പ് ജനറേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ത്വയ്ബ ഗാർഡനിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ആളുകൾ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ വ്യാപിക്കുമ്പോൾ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 1000-ഓളം മോറൽ അക്കാഡമികളിലേക്ക് അഥവാ നമ്മുടെ കേരള മോഡൽ മദ്രസകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ എത്ര മദ്രസകൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിന് എത്ര കോടിയുടെ ബജറ്റാണ് ആവശ്യമായി വരുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിത്തിൻ 5 ഇയേഴ്സ് കൊണ്ട് ഒരു 10,000 പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്ററുകളിലേക്ക് നമുക്ക് അത് എത്തേണ്ടതുണ്ട്. അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ നടക്കണമെങ്കിൽ തന്നെ നമുക്ക് 30,000-40,000 രൂപ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്നത്. ഒരു വർഷത്തേക്ക് അത് മതിയല്ല. കേരളത്തിലെ ഒരു ക്ലാസ് നടത്താനുള്ള ചിലവാണ് ഒരു ഗ്രാമത്തിലെ സ്ഥാപനം നടത്താൻ വേണ്ടി ഒരു 40,000-50,000 രൂപ വരെ, നേരത്തെ 25,000 രൂപ കൊണ്ടൊക്കെ നടന്നിരുന്നു. 25,000 രൂപ കൊണ്ട് നമ്മൾ അതിനൊന്ന് സ്മാർട്ടാക്കിയിട്ട് കുറച്ചുകൂടി നന്നായി ചെയ്യണം എന്ന് ഉള്ളൊരു. അങ്ങനെ വരുമ്പോൾ വരുന്നൊരു വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു അധിക ബജറ്റ് തീർച്ചയായും പ്രേക്ഷകരായ ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. ഇതുവരെയൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ വന്നിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ആശയം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, മാനുഷിക ബോധമുള്ള, ജീവകാരുണ്യ ചിന്തയുള്ള, സമൂഹം വളരണം, ഉയരണം, നമ്മുടെ രാജ്യം ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഒരു ബജറ്റ് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ 40,000 രൂപയുടെ ഒരു സ്മാർട്ട് ഒരു മദ്രസ എന്നുള്ള, അല്ലെങ്കിൽ 40,000-ൻ്റെ ഒരു 1000 മദ്രസ ആയിക്കോട്ടെ, മദ്രസയാവും. അതെ. അപ്പോൾ എത്ര വരിക? 4 കോടി. 4 കോടി രൂപ. 4 കോടി രൂപ. അതൊന്നും സമൂഹത്തിന് വലുതല്ല. കാരണം അവർക്ക് ചെറിയ ചെറിയ സംഖ്യകൾ എടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം അതിനുള്ള മെഷീനറി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പണം മാത്രമാണ് ഇതിലേക്ക് ചേരുവയായി വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും. ഉസ്താദ് മർക്കസ് ഗാർഡൻ അല്ലെങ്കിൽ മദീനത്തുന്നൂർ കോളേജ് ആരംഭിച്ച് അവിടെ ആദ്യത്തെ ബാച്ച് വന്നു. ഇപ്പോൾ ഏകദേശം 17 ബാച്ചുകൾ ഇറങ്ങി. ഈ വർഷത്തിനുള്ളിൽ ഉസ്താദ് ആഗ്രഹിച്ച ഒരു സംവിധാനത്തിലേക്ക്, ഉസ്താദ് സ്വപ്നം കണ്ട ഒരു സ്വപ്നത്തിലേക്ക് ഈ അവിടെയുള്ള വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രവർത്തന ഇപ്പോൾ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഇൻ്റർനാഷണലായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറാനികളുണ്ട്. അവർ ഉസ്താദ് ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായ വിഷയത്തിൽ? ജാമിയ മദീനത്തുന്നൂറും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു വലിയ സ്വപ്നത്തിൻ്റെയോ ഒരു വലിയ ഒരു പ്ലാനിങ്ങിൻ്റെയോ ഒന്നും ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാതു സമയത്ത് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്തു വരുന്നു എന്നേ ഉള്ളൂ. തൗഫീഖിൻ്റെ ഭാഗം മാത്രമാണത്. അള്ളാഹുവിൽ നിന്ന് മസീദായ തൗഫീഖിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേസമയം നമ്മൾക്ക് ആഗ്രഹമുണ്ടായിരുന്ന പല കാര്യങ്ങളും അതിലൂടെ സാധിച്ചു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിനേറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് വെസ്റ്റ് ബംഗാളും ആ ഏരിയയിലും ഉണ്ടായിട്ടുള്ള വളർച്ചയും പ്രവർത്തനങ്ങളും. ആദ്യത്തെ ബാച്ചിനെ ഉസ്താദ് ആദ്യമായി മുംബൈയിലേക്ക് പറഞ്ഞയക്കുന്നു. മുംബൈയിലെ ഒരുപാട് ആളുകളിലെയും ഗല്ലികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നു. അതുപോലെ അതിനുശേഷം പിന്നീട് ഡൽഹിയിലേക്കും കൽക്കത്തയിലേക്കും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ആദ്യം ഒന്നിച്ചാണ് പോയിരുന്നെങ്കിൽ പിന്നീട് 1-2 ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ 10 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഉസ്താദ് ആദ്യം ഇന്ത്യയെ പഠിക്കുക എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടായിരുന്നു, അതല്ല മദീനത്തുന്നൂറിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ മർക്കസിൻ്റെ നമ്മുടെ മിഷനുകളെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു അന്ന് ചെയ്തിരുന്നത്? ആ മിഷനുകളെ അവിടെ ചെന്ന് നാടുകൾ കണ്ട് പഠിച്ചു പരിചയിച്ച് അവിടേക്ക് പോകേണ്ട ആവശ്യകത നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും പോയാൽ നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക. കേരളത്തിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആളുകൾക്ക് അതൊരു ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്കയും പോകാനുള്ള മടിയും ഒക്കെ ആയിരുന്നു. അത് പ്രഥമ ബാച്ച് 25 പേരാണുള്ളത്. അപ്പോൾ അത് ഒന്നിച്ചു പോയതോടുകൂടി അതങ്ങ് തീർന്നു. പിന്നെ അതിനു ശേഷമുള്ള ബാച്ചുകൾക്കെല്ലാം കൂടെ പോകാനുള്ള രീതിയും താല്പര്യവും ഉണ്ടായി. പിന്നെ ബാച്ചുകൾ ധാരാളമായി വർദ്ധിച്ചു വന്നപ്പോൾ
വിവിധ പദ്ധതികളിലേക്കും വിവിധ ആവശ്യങ്ങളിലേക്കും വിവിധ സ്റ്റേറ്റുകളിലേക്കും രാജ്യങ്ങളിലേക്കും അയക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് ഈസ്റ്റേൺ ഏരിയയുടെ ഈ വളരെ വിജയപരമായ ഒരു ചരിത്രം പറയുമ്പോൾ അതുപോലെ തന്നെയുള്ള ചരിത്രങ്ങൾ മധ്യപ്രദേശിന് പറയാനുണ്ട്, ഗുജറാത്തിന് പറയാനുണ്ട്, ഡൽഹിക്ക് പറയാനുണ്ട്, കശ്മീരിനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും എല്ലാം പറയാനുണ്ട്. അടുത്ത വർഷം ഇൻഷാ അല്ലാ ഗുജറാത്തിൻ്റെ 15ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. കൂടുതലായി വരും എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യാം ഇൻഷാ അല്ലാ. ഇതെല്ലാം തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ ഇതിന് സഹായിച്ചിട്ടുള്ള അവരുടെ കൈനീട്ടങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ എല്ലാം സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരായ സഹോദരന്മാർ, ഇന്ത്യയിൽ നിന്ന് അവർ നൽകുന്ന സഹായങ്ങളും NRI മുസ്ലിംകൾ അവർ നമുക്ക് അയച്ചു തരുന്ന സഹായങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണമായ അംഗീകാരത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലെ ഓർഗനൈസേഷനുകൾ, ആ രാജ്യത്തിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങൾ. ഇപ്പോൾ ദുബായ്ക്കാരനായ ഒരു സിന്ധി, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളാണ് ത്വയ്ബ ഗാർഡനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദും യതീംഖാനയും സ്കൂളും ഉണ്ടാക്കിയത് എന്നത് ലോകം അറിയേണ്ട വളരെ കൗതുകകരമായ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. ഇങ്ങനെ നമുക്ക് ജാതിയും മതവും നോക്കാതെ തന്നെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഇത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ നമ്മോടൊപ്പം നിൽക്കുന്നുണ്ട്. ദുബായിലെ ഡോക്ടർ ഖാസിമിൻ്റെ ഒരു ആദ്യത്തെ ബിൽഡിംഗ് ആയിരുന്നു ത്വയ്ബ ഗാർഡൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ നമ്മുടെ തുടക്കം അതായിരുന്നു. അത് അങ്ങ് വളർന്നു വലുതായി മാഷാ അല്ലാഹ്. മലയാളികളായ ധാരാളം സഹോദരന്മാർ 10 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയും അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകി. ഒരുപാട് കെട്ടിടങ്ങളായി, അതിലേറെ കുട്ടികളായി, അതിൽ വലിയ വളർച്ചകളായി. ഇൻഷാ അല്ലാഹ് ഇനി വെസ്റ്റ് ബംഗാളിൻ്റെ വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ മറ്റ് മണിപ്പൂർ, ആസാം പോലുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലും കൂടുതലായി പ്രവർത്തിക്കാൻ എല്ലാം സാധിക്കണം. ഒരു സ്വപ്ന ഉസ്താദ് ഞങ്ങൾ ഇവിടുന്ന് മർക്കസിൽ നിന്ന് ബംഗാളിലേക്ക് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് ഉസ്താദ് അതുപോലെ ഷെയ്ഖുന ഉസ്താദ് അവരുകളൊക്കെ പറഞ്ഞൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ മർക്കസുകൾ വരണം, ഇന്ത്യയുടെ എല്ലാ ജില്ലകളിലും ഒരു സ്കൂളെങ്കിലും വരണം എന്നൊരു സ്വപ്നം പറഞ്ഞിരുന്നു. അത് എത്ര വരെ ആയിട്ടുണ്ട്? അതിന് ഇനിയും എത്ര നമുക്ക് പോകേണ്ടതുണ്ട്? അതിനെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തോട് നമുക്ക് അതിൻ്റെ ആശയം മുന്നോട്ട് വെക്കാൻ കഴിയുക? ഇന്ന് അതിവേഗം പോകാൻ സാധിക്കും. ഇപ്പോൾ 60 SYSൻ്റെ 60ാം വാർഷികത്തിന് വന്ന UPയിലെ പത്രക്കാരനോട് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പൊടുന്നനെ ചോദിച്ചപ്പോൾ 100 സ്കൂളുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞു. അതൊരു പ്രതീക്ഷയും വെച്ചായിരുന്നില്ല. ആ വർഷം ദുബായിലെ ഒരു ഓർഗനൈസേഷൻ 120 സ്കൂളുകൾ തന്നു. അത് മിക്കവാറും ഡൽഹിയുടെ ചുറ്റുഭാഗത്തുള്ള ഹരിയാന, രാജസ്ഥാൻ, UP പോലുള്ള സ്റ്റേറ്റുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഹൈടെക് സ്കൂളുകൾ ഇന്ത്യയുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വരണം. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും വലിയ വലിയ മർക്കസുകൾ വരണം. ഇനി അതെല്ലാം വളരെ വേഗം സാധിക്കും. ജനങ്ങൾ അത്രയും കൂടുതൽ ഇതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. മാത്രമല്ല, കെട്ടിടങ്ങളെക്കാളേറെ ഇന്നിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു മികവുറ്റ ഓൺലൈൻ സംവിധാനമുണ്ടാക്കാൻ വേണ്ടി മർക്കസ് നോളജ് സിറ്റിയിൽ ജാമിഉൽ ഫുതൂഹ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുന്നേറ്റത്തിൽ ആ നാട്ടുകാർ തന്നെ ഏറ്റെടുത്ത് അവർ തന്നെ പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്. ഇപ്പോൾ കശ്മീരിൽ കുറേ സ്ഥാപനങ്ങൾ ആ നാട്ടുകാരായ ആളുകൾ തന്നെ ഇവിടുന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മൈസൂരിലെ സ്ഥാപനത്തിൽ ഇതുപോലെ അവിടെ പഠിച്ചു വളർന്ന കുട്ടികൾ B.Ed കഴിഞ്ഞ് അവിടെ അധ്യാപകരായിട്ടുണ്ട്. അതുപോലെ പല സ്റ്റേറ്റുകളിലും നമുക്ക് അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരവസ്ഥയിലേക്ക് ആ നാട്ടുകാർ ഉയർന്നു വന്നു എന്നത് അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും എല്ലാം അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ ഇൽഹാമാത്തുകളും മാത്രമാണ്
ഇനിയും നമുക്ക് റുഷ്ദും തൗഫീഖും ഹിദായത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു.